നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അടുത്ത കാലത്ത് അന്യഭാഷയിൽ അഭിനയിച്ച് വില പോയ ചില നടന്മാരെ പറ്റിയാണ്. ലിസ്റ്റിലായിട്ടേത് ജയറാമാണ്. നിലവിൽ പുറത്തിറങ്ങിയ ഗെയിം ചേഞ്ചർ എന്ന സിനിമ നമുക്കറിയാം വലിയൊരു ഫ്ലോപ്പ് സിനിമയായിരുന്നു. ഈ ഒരു സിനിമ തന്നെ എയറിലാണെങ്കിലും സിനിമയിലെ ഈ ഒരു ക്യാരക്ടർ ട്രോളുകളിലൂടെ കേരളത്തിൽ പ്രത്യേക എയറിലായിരുന്നു. നമുക്കറിയാം ജയറാം വളരെ മികച്ചൊരു നടനാണ്. അന്യഭാഷാ സിനിമകളിലും മികച്ച റോളുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ശങ്കറിന്റെ ഗെയിം ചേഞ്ചർ എന്ന സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ ഒരു നോർമൽ കൊമേഡിയൻ ചെയ്യേണ്ട ക്യാരക്ടറാണ്. ഒരു സീനിയർ ആയ മികച്ച നടനെ കിട്ടിയിട്ടും വേണ്ട വിധത്തിൽ യൂസ് ചെയ്തില്ല. ഒരു കോമാളി ക്യാരക്ടർ ആയിരുന്നു. ഈ ഒരു സിനിമയിൽ മാത്രമല്ല ഒട്ടുമിക്ക സിനിമയിലും മലയാളം നടന്മാർക്ക് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. 2012 ശങ്കറിന്റെ നൻപൻ സിനിമ 2009 പുറത്തിറങ്ങിയ വളരെ വലിയൊരു വിജയമായ 3 Idiots സിനിമയുടെ ഒരു ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു നൻപൻ എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ ശങ്കർ ദിലീപിനെ കാസ്റ്റ് ചെയ്തു. നമ്മൾ വിചാരിക്കും ഈ ഒരു 3 മെയിൻ ക്യാരക്ടേഴ്സിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഈ ഒരു സിനിമയിൽ സൈലൻസർ എന്ന ക്യാരക്ടറിന് വേണ്ടിയായിരുന്നു ദിലീപിനെ കാസ്റ്റ് ചെയ്തത്. ക്യാരക്ടറിന്റെ പേര് സൈലൻസർ എന്ന് കേട്ടപ്പോൾ ദിലീപ് ആദ്യം കരുതിയത് വല്ല ബൈക്കിനോട് റേസുള്ള അങ്ങനെ വല്ല ബൈക്ക് ഫാനായ അങ്ങനെ വല്ല ക്യാരക്ടേഴ്സും ആയിരിക്കുമെന്നാണ്. പിന്നെയായിരുന്നു ദിലീപ് 3 Idiots എന്ന സിനിമ കണ്ടത്. അപ്പോഴായിരുന്നു ദിലീപിന് സൈലൻസർ എന്നതുകൊണ്ട് എന്താണ് ശങ്കർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായത്. പിന്നീട് ദിലീപ് ആ ഒരു റോള് റിജക്ട് ചെയ്തു. നമ്മൾ നോക്കേണ്ട കാര്യം എന്തെന്നാൽ ആ ഒരു ടൈമിൽ മമ്മൂക്കയും ലാലേട്ടനും കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിക്കുന്ന നായകനായ സ്റ്റാറായ നടനെയായിരുന്നു ശങ്കർ ഈ ഒരു റോളിലേക്ക് വിളിച്ചത്. അടുത്ത സിനിമയായിരുന്നു 2007 പുറത്തിറങ്ങിയ ശിവാജി ദ ബോസ് എന്ന സിനിമ. സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 100 കോടിയാണ് ഈ ഒരു സിനിമയിലൂടെ ഉണ്ടായത്. ഈ ഒരു സിനിമയിൽ ഈ ഒരു വില്ലൻ ക്യാരക്ടറിന് വേണ്ടി ആദ്യം വിളിച്ചത് നമ്മുടെ ലാലേട്ടനെയായിരുന്നു. ഈ ഒരു വില്ലൻ ക്യാരക്ടർ അത്യാവശ്യം വെടക്ക് വില്ലനാണെങ്കിലും ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ഈ ഒരു വില്ലൻ റോൾ ചെയ്താൽ എന്തായാലും വില പോകുമായിരുന്നു. ലാലേട്ടനും റിജക്ട് ചെയ്തു. ഇതുപോലെ അന്യൻ സിനിമയിൽ കലാഭവൻ മണിയും നെടുമുടി വേണുവും കൊച്ചിൻ ഹനീഫയും അഭിനയിച്ചിരുന്നു. ഇത്രയും മികച്ച നടന്മാരെ കിട്ടിയിട്ടും ഇവർക്ക് ആർക്കും തന്നെ ഈ സിനിമയിൽ മെയിൻ ആയ ഒരു റോളില്ല. ജസ്റ്റ് ഒരു സൈഡ് ക്യാരക്ടർ ആയിരുന്നു. ആ ഒരു ടൈമിൽ ഡ്വനി ജോൺസൺ എന്ന മാസ് ക്യാരക്ടർ ചെയ്ത് പീക്ക് ലെവലിൽ നിൽക്കുന്ന കലാഭവൻ ഈ തമിഴിൽ തന്നെ അന്യൻ ഇറങ്ങുന്നതിന് മുമ്പ് ജെമിനി എന്ന സിനിമയിൽ നായകൻ ക്യാരക്ടറായ വിക്രമിനെ തന്നെ കലാഭവൻ മണി സൈഡാക്കി ഇട്ടു. മാത്രവുമല്ല തമിഴിൽ വളരെ ഫാൻ ബേസ് ഉള്ള നടൻ. എന്നിട്ടും ഈ ഒരു സിനിമയിൽ ഒരു സൈഡ് റോളായിരുന്നു ശങ്കർ കൊടുത്തത്. മലയാളം നടന്മാർക്ക് ശങ്കർ കൊടുത്തതിൽ ഏറ്റവും മികച്ച റോൾ കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ 1 എന്ന സിനിമയിൽ നെടുമുടി വേണുവിനാണ്. പക്ഷെ ഇന്ത്യൻ 2 എന്ന സിനിമയിൽ ഈ ഒരു കാര്യം ശങ്കർ ഇന്ന് തിരിച്ചെടുത്തു, അതും AI-യിലൂടെ. അടുത്തതാണ് സൽമാൻ ഖാൻ. നിലവിൽ പുറത്തിറങ്ങിയ ബേബി ജോൺ എന്ന സിനിമയിൽ സൽമാൻ ഖാന്റെ ക്യാമിയോ ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമ തന്നെ എയറിലായിരുന്നു. ഈ ഒരു സിനിമ തെരി സിനിമയുടെ ഒരു ഒഫീഷ്യൽ റീമേക്കാണ്. 150 കോടി ബഡ്ജറ്റ് വന്ന സിനിമ വെറും 50 കോടിയിൽ താഴെയാണ് കളക്ഷൻ നേടിയത്. സിനിമ വലിയ രീതിയിൽ ഫ്ലോപ്പായി. ഈ ഒരു സിനിമയിൽ തെരി സിനിമയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്ലൈമാക്സ് ആണ്. 2 വർഷങ്ങൾ കഴിഞ്ഞ് നായകൻ ക്യാരക്ടറെ ഏതോ ഒരു റഷ്യൻ ഡോണ് പിടിക്കും. ഇവിടെ രക്ഷിക്കാൻ വരുന്നതാണ് ഏജന്റ് സൽമാൻ ഖാൻ. യഥാർത്ഥത്തിൽ പതാൻ സിനിമയിൽ ഇതുപോലെ തന്നെ രക്ഷിക്കാൻ വരുന്ന ഒരു സീനും അതൊരു മാസ് എൻട്രി ആയിരുന്നു. ആ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യാനായിരുന്നു ഇവർ ഈ ഒരു സീനിൽ നോക്കിയത്. അടുത്തത് പുഷ്പ എന്ന സിനിമ. പുഷ്പ 1 സിനിമയിൽ ക്ലൈമാക്സിൽ വരുന്ന ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ ആദ്യമെല്ലാം മാസായിരുന്നു. പക്ഷേ പുഷ്പ 2 എന്ന സിനിമയിലൂടെ ഈ ഒരു ക്യാരക്ടറെയും എയറിലാക്കി പാവം തോന്നുന്ന വിധത്തിലായി. ആരാണ് വില്ലൻ എന്ന് തോന്നിപ്പോ. എൻട്രി ഒക്കെ മാസായിരുന്നെങ്കിലും ക്ലൈമാക്സിൽ തുടങ്ങിയതാണ് അപമാനം. ആദ്യം ഈ ഒരു ക്യാരക്ടറെ ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി സ്റ്റാൻഡ് വരെ ഒരുപ്പിച്ചു. പുഷ്പ 2-ലാണെങ്കിൽ കൂടെയുള്ള പോലീസുകാർ എല്ലാത്തിനെയും വിലക്ക് വാങ്ങി പുഷ്പ അങ്ങ് കൊണ്ടുപോയി. അവിടെയും അപമാനം. മാത്രവുമല്ല അന്ന് പാന്റ് അഴിപ്പിച്ചതിന് പുഷ്പ ഒന്ന് സോറി പറഞ്ഞാലും മതി, എല്ലാം താൻ മറന്നേക്കാമെന്ന് ഫ്രണ്ട്സ് ആകാമെന്നും ആള് പറഞ്ഞതാണ്. അങ്ങനെ പുഷ്പ സോറി പറയുന്നത് കേൾക്കാനായി ഒരു പാർട്ടി വിളിച്ച് ഈ ഒരു മനുഷ്യനിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പുഷ്പയും വന്നു. സോറി എന്നല്ല പറഞ്ഞത്, സാറി അങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ ഈ ഒരാൾക്ക് ഇത് തന്നെ ധാരാളമായിരുന്നു. അത്രയും നല്ല മനുഷ്യനായിരുന്നു. പോരാത്തതിന് സാറി എന്ന് പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വെച്ച് വീണ്ടും വീണ്ടും കേട്ട് കളിക്കുമായിരുന്നു. അങ്ങനെ ഈ ഷിക്കാവത്ത് എന്ന ക്യാരക്ടർ വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ബായി എല്ലാം പറഞ്ഞ് തിരിച്ചു പോവുകയായിരുന്നു.
അങ്ങനെ വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ പോയ പുഷ്പ കാറ് വളച്ച് തിരിച്ചു വരും. ഞാൻ സോറി പറയുന്നത് നിനക്ക് കേൾക്കണമല്ലേടാ. കണ്ടോടാ പുഷ്പയുടെ സോറി എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പയുടെ വണ്ടി സ്പീഡിൽ കൊണ്ടുവന്ന് ഈ ഒരു വണ്ടിയുടെ പുറകിൽ ഇടിച്ചു കയറ്റി ചിക്കാവത്ത് പറഞ്ഞ തോട്ടിലും പോയി. സ്വിമ്മിംഗ് പൂളിലായിരുന്നു പോയി. എങ്ങനെയൊക്കെയോ വെള്ളത്തിൽ നിന്ന് പൂളിലേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ടോടാ പുഷ്പയുടെ സോറി എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പ സ്വിമ്മിംഗ് പൂളിൽ യൂറിൻ പാസ് ചെയ്തു. ആ ഒരു കാഴ്ച കണ്ട് ഈ ഒരു ക്യാരക്ടർ ട്രാവുമലൈസ്ഡ് ആയിപ്പോയി. ഒരു വില്ലനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അപമാനം. ഇതൊന്നും പോരാഞ്ഞിട്ട് സ്വയം എയറിലാവാൻ പറ്റിയ പല സീനുകളും ഈ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അവസാനം അപമാനം സഹിക്കാൻ വയ്യാതെ ചുറ്റും തീയിട്ട് അങ്ങ് സമാധിയായി. അടുത്തത് ജവാൻ എന്ന സിനിമയാണ്. ജവാൻ എന്ന സിനിമയിൽ സഞ്ജയ് ദത്തിന്റെ ക്യാമിയോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാരും കരുതിയത് ഒരു മാസ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാമിയോ ആയിരിക്കുമെന്നാണ്. എന്നാൽ ഈ ഒരു സിനിമയിൽ എന്തിനാണ് ഈ ഒരു ക്യാരക്ടർ വന്നതെന്ന് തന്നെ അറിയില്ല. മാത്രവുമല്ല എയറിലാവാൻ പറ്റിയ ഡയലോഗ് ഡെലിവറിയും ഈ ഒരു ക്യാരക്ടറിനുണ്ടായിരുന്നു. അടുത്ത സിനിമയാണ് ലൈഗർ എന്ന സിനിമ. നമുക്കറിയാം ലൈഗർ എന്ന സിനിമ തന്നെ വളരെ വലിയൊരു ബോംബായിരുന്നു. സിനിമ മൊത്തത്തിൽ എയറിലായിരുന്നു. 125 കോടിക്കടുത്ത് ബഡ്ജറ്റുള്ള സിനിമ 60 കോടിയിൽ താഴെയാണ് കളക്ഷൻ നേടിയത്. ഈ ഒരു സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ബോക്സിംഗ് ലിജൻഡ് ആയിട്ടുള്ള മൈക്ക് ടൈസനെ ക്യാമിയോയിൽ കൊണ്ടുവന്ന് എയറിലാക്കിയ ഒരു സിനിമ കൂടിയാണ്. ഈ ഒരു സിനിമയിൽ ക്ലൈമാക്സ് ആവാറാവുമ്പോൾ ഒരു അണ്ടർവേൾഡ് ഡോൺ ആയിട്ടാണ് മൈക്ക് ടൈസന്റെ ക്യാരക്ടർ വരുന്നത്. ലൈഗർ എന്ന ക്യാരക്ടറിന്റെ ഗേൾഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോയ ഒരു ഡോൺ ക്യാരക്ടർ ആയിരുന്നു. ഗേൾഫ്രണ്ടിനെ വിടണമെങ്കിൽ പൈസ വേണമെന്ന് പറയും. ഈ ലൈഗർ എന്ന ക്യാരക്ടർ പറയും എന്റെ പൈസയൊന്നുമില്ലെന്ന്. അപ്പോൾ ടൈസൺ പറയും എന്നാ തല്ലി തീർക്കാമെന്ന്. ഇവിടെ വെച്ചായിരുന്നു അപമാനം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമൊക്കെ ടൈസൺ അടിക്കുന്ന സീനുകളുണ്ട്. പിന്നീട് അങ്ങോട്ട് അപമാനമാണ്. ഒരു കമ്പി എടുത്ത് പട്ടിയെ തല്ലും പോലെ മൈക്ക് ടൈസനെ തല്ലി ഓടിക്കുന്ന സീനുകളുണ്ട്. പിന്നീട് കുറക്കിനെ പിടിച്ച് ലോക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് നേരം അപമാനിച്ചു. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു മൈക്ക് ടൈസനായി ഒരു സെൽഫി. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതിനെ പറ്റി മൈക്ക് ടൈസനോട് ചോദിച്ചപ്പോൾ മൈക്ക് ടൈസൺ അത് ഓർമ്മ തന്നെയില്ല. മൈക്ക് ടൈസൺ കരുതിയത് ഇതെന്തിന്റെ ഒരു പരസ്യമാണെന്നാണ്. എന്തൊക്കെയായാലും മൈക്ക് ടൈസനും എയറിലായി. അടുത്തതാണ് നമ്മുടെ KGF-ന്റെ ഗരുഡയായി അഭിനയിച്ച ഗരുഡ റാം എന്ന നടൻ. ഇദ്ദേഹം KGF 1-ൽ ഗരുഡ എന്ന മാസ് വില്ലനായി അഭിനയിച്ച് ഒരു മാസ് ഇമ്പാക്ട് ഉണ്ടാക്കി. KGF 1-ൽ ഗരുഡ എന്ന ക്യാരക്ടറെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നായകനുമായി ഒരു ഫൈറ്റ് പോലും ഇല്ല. നായകനെ മര്യാദയ്ക്കൊന്ന് കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും ഈ ഒരു ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഒരു മാസ് ഇമ്പാക്ട് ഉണ്ടാക്കി. ഇത് കഴിഞ്ഞിട്ട് ഗരുഡ ആറാട്ട് എന്ന സിനിമയിൽ അഭിനയിച്ചു. ഒരുപാട് വില്ലന്മാരെ തല്ലിയതിനു ശേഷമാണ് ഗരുഡ വന്നത്. ഗരുഡ വന്നപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 1.5 ഫൈറ്റ് നടക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. 4 മണിക്കൂർ ചവിട്ട്. ഗരുഡ ചാപ്റ്റർ ക്ലോസ്. നടനല്ലെങ്കിലും ഈ ഒരു സിനിമയിൽ മറ്റൊരാൾ കൂടി എയറിലായി. ഈ ഒരു സിനിമയിൽ AR റഹ്മാനും ഉണ്ടായിരുന്നു. AR റഹ്മാന്റെ പാട്ടിൽ ഒരു ഫൈറ്റ് സീനും സിനിമയിലുണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ മമ്മൂക്കയാണ്. 2023 പുറത്തിറങ്ങിയ ഏജന്റ് എന്ന സിനിമ. ഏജന്റ് എന്ന സിനിമ വളരെ വലിയൊരു ബോംബായിരുന്നു. 85 കോടി ബഡ്ജറ്റുള്ള സിനിമ 10 കോടിയിൽ താഴെയാണ് കളക്ഷൻ നേടിയത്. സിനിമയിൽ മമ്മൂക്കയും ഒരു മെയിൻ ക്യാരക്ടറായിരുന്നു. ഈ ഒരു സിനിമ തന്നെ എയറിലായിരുന്നു. ഏത് ഗുളിയം കയറിയ സമയത്താടോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്.